ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡ്രിങ്ക്. ഇപ്പോൾ സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകും. ഓക്കെ, ഇത് നമുക്ക് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. റോസ് ഡ്രിങ്ക്, റോസ് മിൽക്ക് പിങ്ക് ഡ്രിങ്ക്. ഓക്കെ, അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ വെച്ചാൽ ഞാൻ ഒരു 1.5 കപ്പ് മിൽക്കിനകത്ത് കുറച്ച് ഇത് ഐസ് ഇട്ടേക്കും. ഓക്കെ, ഐസ് 1.5 കപ്പ് മിൽക്കിൽ പിന്നെ ഒരു 1/2 കപ്പ് ഐസ് കൂടി ഇട്ട് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ കോൾഡ് മിൽക്കാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് റോസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ വേണമായിരിക്കും. ഓക്കെ, ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, റോസ് വാട്ടർ, മിൽക്ക്, ഐസ്, ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സാധനം വെച്ചാൽ ബീറ്റ്റൂട്ട്. ഓക്കെ, ഒരു കഷ്ണം ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് 1/2 കപ്പ് എക്സ്ട്രാ മിൽക്ക് വേണം. ഓക്കെ, ഒരു 1/2 കപ്പ് മിൽക്ക് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1/2 കപ്പ് മിൽക്കും ഈ ബീറ്റ്റൂട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഹീറ്റ് ചെയ്ത് വരുമ്പം ഈ ബീറ്റ്റൂട്ടിലെ കളറൊക്കെ ഈ മിൽക്കിലോട്ട് വരും. എന്നിട്ട് നമുക്ക് ആ മിൽക്ക് ഈ കോൾഡ് മിൽക്കിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ റോസ് വാട്ടർ ആഡ് ചെയ്ത് ഷുഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റോസ് മിൽക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ മിൽക്ക് ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അതെ ആ മിൽക്ക് ഞാനിങ്ങനെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് അപ്പം നമുക്ക് ഈ ബീറ്റ്റൂട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്ന വേഗത്തിൽ ചൂടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ബീറ്റ്റൂട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആ ബീറ്റ്റൂട്ടിൻ്റെ കളർ ഉണ്ട് അതിനകത്തോട്ട് വരുന്നത്. ഞാൻ ഒരു കഷ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 കഷ്ണം ബീറ്റ്റൂട്ട് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഈ ബീറ്റ്റൂട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കണം പാല് തിളച്ച് വരുന്നുണ്ടോന്നൊക്കെ. ഇത് പൊളിയാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടോ. ഇനിയിപ്പോൾ പാല് നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുക്കട്ടെ. ഓക്കെ, കണ്ടിപ്പോൾ ബീറ്റ്റൂട്ടൂടെ ഇട്ട് ഉണ്ടാക്കുക നല്ല അടിപൊളി കളറ്. ഇപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ഈ ബൗളിലോട്ട് ഒഴിക്കാണ്ട് നല്ല കളറില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആ ബീറ്റ്റൂട്ട് അങ്ങ് എടുത്തതിനകത്ത് മാറ്റാം. ഓക്കെ, ജസ്റ്റ് കളറിന് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പയ്യെ മറ്റേ മിൽക്കിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എടുത്ത് വെച്ച മിൽക്കെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷുഗർ. ഓക്കെ, ഈ ഷുഗർ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഓക്കെ, മധുരം കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ഇടും, മധുരം നന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടുക. ഓക്കെ, ബീറ്റ്റൂട്ട് മിൽക്കെന്നോ അല്ലെങ്കിൽ റോസ് മിൽക്കെന്നോ എന്താ പറയുക, പിങ്ക് മിൽക്കെന്നോ ഒക്കെ പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ റോസ് വാട്ടറിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ് വാട്ടറൊക്കെ ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്തു. റോസ് വാട്ടറൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു റോസ് വാട്ടർ. ശരിക്കും പറഞ്ഞാൽ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് പോലും വരത്തില്ല ഇതിനകത്തൊക്കെ, ഈ മിൽക്കിലൊന്നും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ കളർ അല്ലേ, ബീറ്റ്റൂട്ട് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കിങ്ങനെ നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ പർപ്പിൾ കളർ അല്ലെങ്കിൽ പിങ്ക് കളറൊക്കെ വരണമെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒന്നിട്ടൊന്ന് ഉണ്ടാക്കി ആ കളർ വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഡെസേർട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചതേയുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു നമ്മുടെ പിങ്ക് ഡ്രിങ്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നാച്ചുറൽ കളറായിട്ടുള്ള ബീറ്റ്റൂട്ടിൻ്റെ കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ അങ്ങനെ ഒന്നും വരുന്നില്ല ഇതിനകത്ത്, നന്നായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐസൊക്കെ ഇതിനകത്ത് തണുപ്പൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഐസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പം അങ്ങനെ നമ്മുടെ പിങ്ക് ഡ്രിങ്ക് റെഡിയായി. ഒരു റോസ് ഡ്രിങ്ക്, ഒരു ബീറ്റ്റൂട്ട് മിൽക്ക് എന്നൊക്കെ പറയാം അല്ലേ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. നല്ല യമ്മി ആയിട്ടുണ്ട് കേട്ടോ, റിയലി യമ്മി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇവിടെ ഓൾറെഡി ഒരാൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. യമ്മി ഡ്രിങ്ക്. അപ്പം നിങ്ങൾ ഇതുപോലെ മേ ബി നിങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇത് നമുക്ക് കളറിന് വേണ്ടി നാച്ചുറലായിട്ടുള്ള തിങ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പം പിങ്ക് കളറ്, റോസ് കളറൊക്കെ വേണമെങ്കിൽ ബീറ്റ്റൂട്ട്, പിന്നെ ഈ ക്യാരറ്റിൻ്റെ കളർ, ഓറഞ്ച് കളർ വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ യൂസ് ചെയ്യുക. ക്യാരറ്റും ഇതുപോലെ ഇത്തിരി ഇട്ടാൽ നന്നായിട്ട് ആ ഓറഞ്ച് കളർ ഇറങ്ങി വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഉണ്ടാക്കുന്ന സാധനങ്ങളിലൊക്കെ നാച്ചുറലായിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ റോസ് മിൽക്ക് ഓർ പിങ്ക് മിൽക്ക് ഓർ പിങ്ക് ഡ്രിങ്ക് ഓർ ബീറ്റ്റൂട്ട് മിൽക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലേ, അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.